ഇവനല്ലേ ഇത് ചിക്കൻ്റെ മണം അടിച്ചിട്ടില്ലേ കിച്ചണിലേക്ക് ഓടി വന്നതാണ്. അന്നേരം അവനക്കും കൊടുത്തു ഒരെണ്ണം. ഞാൻ ഇന്നലെ എൻ്റെ കസിൻ്റെ വീട്ടിലാണുള്ളത്. കസിൻ്റെ വീട്ടിൽ ഉച്ച ടൈമിലാണ് അവിടെ എത്തിയത്. കുറേ അവിടെ വരാത്തത്. പിന്നെ അങ്ങനെ ഇന്ന് കസിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ എത്തി. പിന്നെ ഉച്ച ടൈമിലായിരുന്നു എത്തിയത്. പിന്നെ അങ്ങനെ അവർ ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി. അപ്പോൾ ചിക്കന് മജ്ബൂസ് ഇട്ടാക്കാനുള്ള ആ ഒരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെയൊക്കെ വേറെ ജോജിയമ്മ ഇങ്ങനെ ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതില്ലേ ഈ അരക്കമ്പില് പിന്നെ അതിൻ്റെ അടപ്പ് തെറിച്ചിട്ട് അതിൻ്റെ ആ മുളകും ഇതൊക്കെ അല്ലേ ഞങ്ങൾ തലയിലും മുഖത്ത് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ അരിയൊക്കെ കഴുകിയും പിന്നെ അരിയൊക്കെ കഴുകിയെല്ലാം റെഡി. ഞാൻ അപ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ടെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാണ് കേട്ടോ. അവിടെ ഒരു വിശേഷങ്ങൾ ചോദിച്ച് ഞാൻ അതിനുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല വൈബിൽ ആ ഒരു അതങ്ങനെ തന്നെയല്ലേ നമ്മളൊപ്പം പിന്നെ ഒരു ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ലാതെ ഇങ്ങനെ നമ്മളൊപ്പം നിന്നിട്ട് പിന്നെ സംസാരിക്കാൻ കളിക്കാൻ ചിരിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ല. എനിക്കങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവളങ്ങനെ പിന്നെ ചെറുതൊന്നുമില്ല. നമ്മളൊപ്പം നിന്ന് കഥ പറഞ്ഞ് ഓരോ യൂട്യൂബ് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ എന്തെല്ലോ പ്രവർത്തനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ ചിക്കൻ പൊരിക്കാനായിട്ട് എന്താ പറയണ്ടേ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവൾ യൂട്യൂബിനെ കുറിച്ച് ചോദിച്ച് പിന്നെ ഇങ്ങനെ ഓരോ നാട്ടുവിശേഷങ്ങളും അതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നല്ല രസമല്ലേ. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാൻ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ സംസാരിച്ച് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണമെന്നില്ല. അങ്ങനെ അവൾ മജ്ബൂസ് തയ്യാറാക്കാനുള്ള ആ ഒരു ആ കട്ട് ചെയ്ത ഉള്ളിയൊക്കെ ഇട്ട് അവൾ വയറ്റാണ്. ഇതിനിടയിൽ അതേപോലെ തന്നെ പച്ചമുളകൊക്കെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഭയങ്കര സീനായിരുന്നു. നല്ല രസമായിരുന്നു പക്ഷെ കുക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അവൾ യൂട്യൂബിനെ കുറിച്ച് ചോദിച്ച് ഞാൻ കുറേയായി കണ്ടിട്ട്. പിന്നെ അവൾ മുമ്പ് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ പിന്നെ ഇപ്പം അവർ മാറിയിട്ട് വേറെ വീട്ടിലാണ്. അങ്ങനെ ഞാൻ കുറേ ആയി പോവാത്ത. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വേറെ വഴിക്ക് പോകാൻ ഒരുങ്ങിയ ഞാൻ വഴി മാറ്റി ഇങ്ങോട്ട് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് എത്തി. പിന്നെ അങ്ങനെയൊക്കെ കഥ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾ വരുന്നുണ്ട്, കുട്ടികൾ നോക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കല്ല. ഉച്ച ടൈമിൽ ആരെങ്കിലും പെട്ടെന്നൊക്കെ കയറി വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. അതിനുള്ള കുട്ടികൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ പറയേണ്ടത് പിന്നെ ഇത് ഞാൻ മജ്ബൂസിനുള്ള ചിക്കൻ കട്ട് ചെയ്യാണ്. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കത്രികയിലല്ല കേട്ടോ, ഞാൻ പൊതുവെ കത്തിയിലാണ്. അതിനിടയിൽ എൻ്റെ ഷോളൊക്കെ തലേന്ന് പോയിട്ട് അവിടെ അനിയത്തി അതിന് ശരിയാക്കി തരാണ്. പിന്നെ ശരിയാ നിൽക്കുന്നില്ല, ആ ഷോൾ നിൽക്കുന്നില്ല. ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അവൾക്ക് റെഡിയാക്കിയിട്ട് ഒക്കെ കൊടുത്തതിന് ശേഷം ഇതാ ചിക്കന് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല മൊരിഞ്ഞ ചിക്കനല്ല ഇത് നമ്മളെ എല്ലില്ലേ അതാണ് പൊരിക്കുന്നുള്ളത്. ഇവിടുത്തെ മജ്ബൂസിനുള്ള വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മജ്ബൂസിനുള്ള ചിക്കന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കഥകളും ഓരോ പണികളായിട്ട് ഇങ്ങനെ ആ ദിവസം ഇങ്ങനെ കടന്നു പോവാണ്. ഇത് അവൾ അരിയുടെ നോക്കുമ്പോൾ അരി വരുന്നില്ല. പാത്രത്തിനുള്ള മുമ്പേ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്, അതാ പൗത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാസർഗോഡ് പൗത്തി വെച്ചിട്ടുണ്ടായെന്ന് പറയും. നിങ്ങളങ്ങോട്ട് എന്താ പറയാനാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതവൾ എത്ര ഇതാക്കിയിട്ടില്ല, അരി പാത്രത്തിൽ നിന്ന് വരുന്നില്ല, ഒരുമാതിരി എന്തോ പശ ഒട്ടിച്ച പോലെ. അങ്ങനെ അവൾ അതിനെ കുറേ ഇതാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത് അവൾ പൗത്തി വെച്ചത് കുറേ ടൈം പൗത്തി വെച്ച്, അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ അവൾ തട്ടിയിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത്. പിന്നെ അതിന് ശേഷം മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മല്ലിച്ചപ്പ എന്ന് പറയാം. നിങ്ങൾ എന്താ ഇത് പറയണമെന്ന് പറയണേ. മല്ലിച്ചപ്പ എന്ന് ഇവിടെ പറയാം. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ ആ പൂച്ചസാർ വന്നിട്ട് അവൾക്ക് ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവളുടെ സന്തോഷമാണ് ഭയങ്കര ഇതാണ്. അവസാനം മജ്ബൂസ് റെഡി ആയിട്ട് അവൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. പിന്നെ നമ്മൾ അതന്നെയല്ലേ, പിന്നെ ഒരാൾ നമ്മളൊപ്പം ഉണ്ടായിട്ട് നമ്മളൊപ്പം നിന്നിട്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ആ സന്തോഷം ഭയങ്കരമാണ്. ഇതെൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ്, എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ടില്ല. അവൾ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് കരിയുമ്പോൾ. അവസാനം ഫുഡൊക്കെ റെഡി ആയി ടേബിൾ കാണുമ്പോൾ ആ ഒരു ഇതില്ലേ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സരിക്കുമ്പോൾ പാടാൻ തുടങ്ങി. ഫുഡ് കാണുന്നു വിശന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇസാനാണെങ്കിൽ ആ സാലഡിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവന് വേറെ ആരും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് നീക്കി വെക്കുകയാണ്.
എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അവന് സാലഡ് മാത്രം, ജസ്റ്റ് പൊരിച്ച അതും സാലഡ് മാത്രം. അതിനാൽ എന്താ നമ്മുടെ മെഹസിൻ മോനിതാ എത്തി നോക്കാണ്, എനിക്കും വല്ലതുണ്ടോ ഉമ്മ എന്നുള്ള ആ ഒരു മട്ടിലില്ലേ എത്തി നോക്കാണ്. സാലഡിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്തിട്ട് നമ്മളിരിക്കാന്ന് ആ ഒരു ഇതിലാണ്. പിന്നെ അപ്പുറത്ത് വെറും ചോറുണ്ട്. ഞങ്ങൾ വെറും ചോറാണ് പറയുക, സാധാ ചോറില്ല, അതിന് നമ്മൾ വെറും ചോറ് എന്ന് പറയും. നിങ്ങൾ എന്താ പറയാന്ന് കൂട്ടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വെറും ചോറുണ്ടായി, പിന്നെ സാലഡ്, പിന്നെ വെള്ളരിക്കയും പിന്നെ കോഴിയും ഇട്ട് വെച്ചൊരു കറി ഉണ്ടായിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു ചെറിയ ഉച്ചയ്ക്കുള്ളൊരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം.